ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടം ജനങ്ങളോട് മറുപടി പറയേണ്ടത് പാർലമെന്റിലാണ്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ പാർലമെന്ററി മര്യാദകൾ കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് പലപ്പോഴായിട്ട് നാം കണ്ടിട്ടുള്ളത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുകളെല്ലാം സ്പീക്കർ തുടർച്ചയായിട്ട് തള്ളിക്കളയുകയായിരുന്നു. ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്? ഇതൊരു ജനപ്രതിനിധികളുടെ അവകാശങ്ങൾക്ക് മേലുള്ള നഗ്നമായിട്ടുള്ള കടന്നുകയറ്റമാണെന്ന് പറയേണ്ടി വരും. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേരെ ഡൽഹി പോലീസ് അഴിച്ചുവിട്ട ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജ് രാജ്യത്തെ ഞെട്ടിച്ച സംഭവമാണ്. ഡൽഹി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലായതിനാൽ അമിത്ഷാ സഭയിലെത്തി മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. അത് സത്യം തന്നെയാണ്, ആഭ്യന്തരമന്ത്രി തന്നെയാണ് പറയേണ്ടത്. ഇപ്പോ രമേശ് ചെന്നിത്തലയെടുക്ക് ഏതെങ്കിലും അദ്ദേഹം ഭരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി, അദ്ദേഹത്തിന്റെ ഭാഗമല്ല, അദ്ദേഹം ഈ ചുമതല ഏറ്റിരിക്കുന്ന ആ ഒരു കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറയേണ്ടത് രമേശ് ചെന്നിത്തല തന്നെയാണ്. അതുപോലെ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കാര്യത്തിലും. കാരണം രാജ്യത്തെ ഇത്രയും ഉലയ്ക്കുന്ന രീതിയിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ്. കഴിഞ്ഞ 12 വർഷത്തിന് ശേഷം കർഷക പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യം നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ ഭൂരിഭാഗം ദിവസങ്ങളിലേക്കും സഭയിലേക്ക് വരാൻ പോലും ആഭ്യന്തരമന്ത്രി തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ് ഇതിന് പിന്നിലെ എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും അതൊരു പച്ചയായിട്ടുള്ള സത്യം കൂടിയാണ്. സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ നാടകീയമായിട്ടാണ് അമിത്ഷാ ലോക്സഭയിലെത്തിയത്. അപ്പോഴും പ്രതിപക്ഷം തങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് അദ്ദേഹത്തെ കാത്തിരുന്നു. എന്നാൽ ജനാധിപത്യ ചർച്ചകൾക്ക് വാല്യൂ കൽപ്പിക്കാതെ ഈ ഭരണകൂട ശൈലി ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം വെറും ഒരു സന്ദർശകനെ പോലെ സീറ്റിലിരുന്നു. പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം വിളികളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് വെറും 4 മിനിറ്റിൽ തന്റെ സഭാ സന്ദർശനം അദ്ദേഹം അവസാനിപ്പിച്ചു. വെറും 4 മിനിറ്റ് പോലും നിൽക്കാനുള്ള ധൈര്യമേ അമിത്ഷായ്ക്ക് ഉണ്ടായുള്ളൂ. അമിത്ഷാ സഭയിൽ എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് അജണ്ടയിലുള്ള വന്ദേമാതരത്തിന്റെ ആലാപനത്തിലേക്ക് സഭ കടന്നത്. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും സഭയിൽ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ ലഭിക്കേണ്ട സമയം ഇല്ലാതാക്കാനും ഭരണപക്ഷം ബോധപൂർവ്വം നീക്കങ്ങൾ നടത്തിയെന്ന ആക്ഷേപം ശക്തമാണ്. രാജ്യത്തിന്റെ ഒരു ദേശീയ ഗീതത്തെ പോലും സ്വന്തം വീഴ്ചകൾ മറയ്ക്കാനുള്ള ആയുധമാക്കി മാറ്റുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇനി ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങളും പൂർണ്ണമായിട്ടും ആലപിച്ച സമ്മേളനമായിരുന്നു ഇത്. തീർച്ചയായിട്ടും അത് ആദരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ആ ആലാപനം കഴിഞ്ഞ ഉടൻ സഭയിൽ മറ്റൊന്നിനും അനുവാദം നൽകാതെ സ്പീക്കർ ഓം ബിർള സഭ അനിശ്ചിതത്വ കാലത്തിലേക്ക് പിരിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. എത്ര വലിയ നാടകമാണ് ഇവർ കളിക്കുന്നത്! ഇതോടെ തന്നെ ഈ ഗൗരവമേറിയ ചർച്ചകൾക്കോ ചോദ്യങ്ങൾക്കോ ഉള്ള എല്ലാ വാതിലുകളും ശാശ്വതമായിട്ട് അടയ്ക്കപ്പെട്ടു കഴിഞ്ഞു. അതായത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല, ഇവിടെ ഞങ്ങൾ പറയുന്നത് കണക്ക് തന്നെ ചെയ്യണം. ഈ വന്ദേ മാതരം ഗാനം ആലപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇറങ്ങി പൊക്കോണം, ഇവിടെ ആർക്കും ചോദ്യ ബഹളമൊന്നും ഇല്ല. യാതൊരു പ്രശ്നവുമില്ലാതെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വെച്ചാണ് നീറ്റ് പരീക്ഷയിലൂടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര സർക്കാരും കളിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയും അഴിമതിയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകർച്ചയിലേക്ക് എത്തിച്ചു. ഇത്രയും വലിയൊരു ദേശീയ ദുരന്തത്തെക്കുറിച്ച് പാർലമെന്റിൽ കൃത്യമായൊരു ചർച്ച പോലും നടത്താതെ സഭ പിരിച്ചുവിട്ടത് ഈ രാജ്യത്തെ യുവതലമുറയോട് സർക്കാർ ചെയ്ത ക്രൂരമായിട്ടുള്ള ചതിയാണ്. ഒരു വശത്ത് ചർച്ചകൾ പൂർണ്ണമായിട്ട് നിഷേധിക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ധനവിനിയോഗ ബില്ലുകൾ യാതൊരുവിധ ചർച്ചയുമില്ലാതെ ബഹളത്തിനിടയിൽ ഭരണപക്ഷം പാസാക്കി എടുക്കുകയായിരുന്നു. ജനങ്ങളുടെ നികുതി പണം എങ്ങനെ ചിലവഴിക്കണമെന്ന് ചർച്ച ചെയ്യാൻ പോലും പ്രതിപക്ഷത്തിന് അനുവാദം നൽകാത്തത് ഈ ജനാധിപത്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവ് കൂടിയാണ്. അതായത് ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് കേട്ടാൽ മതി, ആരും ചർച്ചയൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഒപ്പിടും, അത് ചെയ്യണം. അതാണ്, അല്ലെങ്കിൽ ആ നയമാണ് ഇപ്പോൾ BJP സർക്കാർ നടത്തുന്നത്. ഇനി ഭരണകൂടത്തിന്റെ ഈ ഒരു തന്നിഷ്ടത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഈ സഭ പിരിഞ്ഞതിന് ശേഷം സ്പീക്കർ ഒരുക്കിയ ഈ ഒരു ചായ സൽക്കാരമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചു. അവരെല്ലാം ഒറ്റക്കെട്ടാണ്. എന്തിനാണ് ഈ ചായ കുടിപ്പിക്കുന്നത്? എന്തിനാണ് ഈ ചായ സൽക്കാരം വെക്കുന്നത്? എന്തെങ്കിലും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയോ? അതാണ് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ജനാധിപത്യത്തിൽ ഭരിക്കുന്ന പാർട്ടികളോട് വിശ്വാസമില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞിരുന്നു, കഴിവുകെട്ടവനാണ് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അത് ഞാൻ പറഞ്ഞതല്ല, അത് രാഹുൽ ഗാന്ധി തന്നെ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തത്, മോദി മാപ്പ് പറയണം.
ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? ഇനി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു നേരിട്ടെത്തി ക്ഷണിച്ചിട്ടും അതിനൊന്നും വഴങ്ങാൻ ആരും തയ്യാറായില്ല. ചായ സൽക്കാരത്തിന് പോകാനാണെങ്കിൽ പിന്നെ അവർക്ക് പാർലമെന്റിൽ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ജനങ്ങളുടെ വായ അടപ്പിക്കുന്ന അല്ലെങ്കിൽ വാ മൂടിക്കെട്ടുന്ന സ്പീക്കറുടെ ചായ കുടിക്കാൻ തങ്ങളില്ല എന്ന ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ് ഇതിലൂടെ പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. ഇവിടെ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ കീഴിൽ നടക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാതെ മറുവശത്ത് അവരെ ന്യായീകരിച്ചുകൊണ്ട് സ്പീക്കർ ചായ കുടിക്കാൻ വിളിക്കുകയാണ്. ഇതാണോ ഇവിടുത്തെ ജനാധിപത്യം? ഇതിൽ എത്രത്തോളം ജനങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സഭയ്ക്ക് പുറത്ത് പാർലമെന്റിന്റെ മകൻ ദ്വാറിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാർ ഒന്നടങ്കം അണിനിരന്ന് വലിയ പ്രതിഷേധമാണ് നടത്തിയത്. പ്ലക്കാർഡുകളൊക്കെ ഏന്തി ഭരണകൂടത്തിന്റെ ഒളിച്ചോട്ടത്തെ അവർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. പാർലമെന്റിന്റെ അകത്ത് തങ്ങളുടെ ശബ്ദം ഇല്ലാതാക്കിയാലും തെരുവുകളിൽ ഈ പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തിയിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ നിയമമൊക്കെ പോകുന്നത്? അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ ഭരണം പോകുന്നത്? ലോക്സഭ വന്ദേ മാതരം പാടി പിരിഞ്ഞെങ്കിലും രാജ്യസഭയിൽ ഭരണപക്ഷത്തിന്റെ പരാജയം പൂർണ്ണമായിരുന്നു. സഭാ അധ്യക്ഷനായിട്ടുള്ള ജഗ്ദീപ് ധൻഖറും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിലുള്ള വാഗ്വാദങ്ങൾ സഭയെ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കഴിയാതെ ഭരണപക്ഷ അംഗങ്ങൾ അവിടെയും പതറുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. എത്ര നാളാ മോദി അമിത്ഷായും ഓടി ഒളിക്കും? പാർലമെന്റ് സമ്മേളനം ഇത്രയും വഷളാകാൻ കാരണം സർക്കാരിന് ചർച്ചകളോടുള്ള കടുത്ത വിമുഖത തന്നെയാണ്. ഇത് ചർച്ച ചെയ്യാൻ അവർക്ക് സമയമില്ല. കുട്ടികളുടെ ഭാവിയെ പറ്റി ചർച്ച ചെയ്യാൻ അവർക്ക് സമയമില്ല. അവർ ചെയ്ത തെറ്റിനെ അവർ പറയുന്നുമില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്തിനാണ് ഈ ഒളിച്ചു കളിക്കുന്നത്? പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പരിശോധനയ്ക്ക് വിടാതെ ധൃതി പിടിച്ച് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പാസ്സാക്കലൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവർക്ക് ഒരു ഭയം തട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇനി ഭരണം മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല, അതിനു മുമ്പ് എല്ലാം ചെയ്തു പോവുകയാണ്. എന്തായാലും ഈ നിയമനിർമ്മാണ പ്രക്രിയയുടെ സുതാര്യതയും ഗുണനിലവാരത്തെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ്. ചോദ്യശരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭരണാധികാരികൾ സഭയിൽ നിന്ന് ഓടിയൊളിച്ച ഈ ഒരു വർഷകാല സമ്മേളനം ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായിട്ട് രേഖപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് എന്ത് അന്യായവും കാണിക്കാമെന്ന അഹങ്കാരമാണ് മോദി സർക്കാരിനെ നയിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്നേക്കുമായിട്ട് വാതിലുകൾ അടച്ചുപൂട്ടാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവശേഷിക്കുന്നുണ്ട്. സമരം എന്നും ഉണ്ടാകും. അത് ശരിയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കും, അത് തെറ്റാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കില്ല. എന്തായാലും ഇവിടെ എന്ന് പറയുന്നത് വളരെ ശരി തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട നീതി തന്നെയാണ്. ചോദ്യശരങ്ങളെ നേരിടാൻ ചങ്കൂറ്റമില്ലാത്തവർ ഇതേ കണക്ക് ഓടി ഒളിക്കും. ഇനി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് ഭരണാധികാരികളിൽ ഓടി ഒളിച്ച ഈ ഒരു വർഷകാല സമ്മേളനമായിരിക്കും ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ചരിത്രമാകാൻ പോകുന്നത്. കാരണം ഇനി ഒരു പക്ഷേ ഇവർക്ക് സീറ്റുകൾ കിട്ടുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. അത്തരത്തിലേക്ക് BJPയുടെ ധാർഷ്ട്യമായിട്ടുള്ള ആ ഒരു മനോഭാവവും ഭരണകൂടവും മാറിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്തെ അടിച്ചമർത്താനും മോദി സർക്കാരും അമിത്ഷായും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. കാരണം പാർലമെന്റിന്റെ വാതിലുകൾ അടച്ച് നിങ്ങൾക്ക് തടിയൂരാമായിരിക്കാം, പക്ഷേ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെയും വഞ്ചിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് വാതിലുകൾ അടച്ചുപൂട്ടാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ജനവികാരത്തെ മാനിക്കാത്ത ഈ ഒരു ഏകാധിപത്യ നയങ്ങൾക്കെതിരെ സഭയ്ക്കുള്ളിൽ മാത്രമല്ല തെരുവുകളിലും പ്രതിരോധത്തിന്റെ വൻമതിൽ ഉയരുമെന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് പ്രതിപക്ഷം സ്പീക്കർക്ക് ചായ സൽക്കാരം ബഹിഷ്കരിച്ചതിലൂടെ നൽകിയിരിക്കുന്നത്.